ഇവിടെയും ചാരായ ഇരുന്ന് വിൽക്കുന്നുണ്ട്. കള്ളാണ്, കള്ളുമുണ്ട്, ചാരായം വേണ്ടവർക്ക് ചാരായമുണ്ട്. സുഹൃത്തുക്കളെ നമസ്കാരം. ഈ ചോളം ഉണക്കാനിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. നട റോഡിലാണ്. നമ്മൾ മാതർകൊണ്ട ഗുഹ കണ്ടതിന് ശേഷം ലക്ഷ്മണൻ്റെ കൂട്ടത്തിൽ സ്കൂട്ടറിൽ മടങ്ങുവാണ്. അടുത്ത ബസ് സ്റ്റോപ്പിൽ തന്നെ വിടാനാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. ഇന്ന് അവിടെയായിട്ടൊരു ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടൊരു ലോക്കൽ മാർക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ആദിവാസികളും മറ്റും അവർ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൂടെ നമുക്കിന്നൊന്ന് കാണാം. കഴിഞ്ഞ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് പറയുകയാണ്, ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ ഈ ചന്തയിലെത്തി. ഇതാണ് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ്. ആദിവാസികളാണ് ഇവിടെ കൂടുതലായിട്ടും സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ജഗദൽപൂർക്കുള്ള ബസ് കിട്ടാനായിട്ടുള്ള ബസ് സ്റ്റോപ്പിലോട്ട് ഇനി ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററും കൂടെ പോകണമെന്നാണ് ലക്ഷ്യം പറഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാണ് ഇവിടെ നിർത്തിയത്. ഈ മാർക്കറ്റും ഒന്ന് കാണുകയും ചെയ്യാം. അല്ല, പ്യുവറായിട്ടുള്ള സാധനമാണ്. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ്. ഇലകളുണ്ട്, ഒത്തിരി പയറുകളുണ്ട്. ഇവർ തന്നെ ഇവിടെ മരുന്നൊന്നും അടിക്കാതെ അല്ല, ജെന്യുവിനായിട്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ്. ക്യാരറ്റ്, വഴുതനങ്ങ, ഈ കൂണുണ്ട്. കുറേ ടൈപ്പ് ഇലകളുണ്ട്. അടിപൊളി അരിവാളുണ്ട്. കിത്തന പൈസ? 150. ₹150 ഒരെണ്ണത്തിന്. കുപ്പികള, സഞ്ചി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ പച്ചക്കറി ഐറ്റംസ് എല്ലാം ഇവർ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇതിവിടെ ആറ്റിൽ നിന്ന് പിടിക്കുന്ന മീനാണ്, ഉണക്കി. നമ്മുടെ അവിടുത്തെ പോലത്തെ ഉണക്കിയ മീനല്ല, ഉപ്പിട്ടാണെന്ന് തോന്നുന്നില്ല. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. വിചാരിച്ചോളൂ, ഞാൻ വിചാരിച്ച് പച്ചക്കറി മാത്രമേ ഉള്ളൂ. പച്ചക്കറിയല്ല, പാത്രവും പ്ലേറ്റും തുണിയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ബക്കറ്റ്, വീട്ടിലോട്ടുള്ള സാധനങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, സോപ്പ്. പുളിയാണ്, പുളി, പപ്പളങ്ങ, പാവയ്ക്ക. ക്യാ ഹേ? एक ले लूं? मुझे मालूम नहीं हुआ क्या है.
हुआ वो सब्जी में डालने के लिए है ना नहीं फिर दारू बनुआ है ഇത് മദ്യം ഉണ്ടാക്കാനായിട്ടുള്ള ചാരായം ഉണ്ടാക്കാനായിട്ടുള്ള സാധനം എന്നാ പറഞ്ഞത്. നല്ല മധുരമാണ് എനിക്ക് തോന്നുന്നത്. ആ താടുമേ ഫെറുക എന്നാന്ന് എനിക്ക് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല. ആ ചേച്ചി എന്നോട് വിശദമായിട്ട് പറഞ്ഞു, പക്ഷെ എനിക്കൊരു കാര്യവും പിടി കിട്ടിയിട്ടില്ല. അച്ഛാ, ജഗദൽപൂരിൽ നിന്ന് ഈ കങ്കേർ ഘാട്ടി നാഷണൽ പാർക്കിലോട്ട് പോകുന്ന വഴിയുടെ ഹൈവേ ആണെന്ന് തോന്നുന്നു, സുക്മ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലോട്ടും ഒക്കെ പോകുന്ന മെയിൻ വഴിയാണ്. ആ വഴിയുടെ സൈഡിലുള്ള ഒരു വലിയ മൈതാനത്താണ് ഈ ലോക്കൽ മാർക്കറ്റ്, ഈ ആഴ്ചച്ചന്ത നടക്കുന്നത്. ഇവിടെ കുറേ ഷെഡ് പോലെ പണിതിട്ടിട്ടുണ്ട്. ആ ഷെഡിൻ്റെ അകത്തും പിന്നെ ആ സ്ഥലം തികയാത്തവർ വേറെ ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് പടുത പോലെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് വിൽക്കുന്നുമുണ്ട്. ചാരായാണ് ഇത്, ലോക്കൽ ദാരുവാണ്. नाम क्या है इसका? नाम क्या है? मुआ. राइस से बनता है ना? चावल से मुआ दारू है ना? अच्छा. आप लोग बनाते हैं घर में? फिर तो अच्छा. और ये क्या है? ये भी नहीं चाहिए. नहीं पीता. नहीं पीता मैं. ഇവിടെ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന മദ്യമാണ് ചാരായം. നല്ല നമ്മുടെ നാട്ടിൻ്റെ ഇതിൽ പറഞ്ഞാൽ നല്ല പച്ച ചാരായമാണ്. പച്ച ചാരായം ഉണ്ട്, അതുപോലെ തന്നെ കള്ളുമുണ്ട്. അതിൻ്റെ കൂടെ ടച്ചിങ്സും ഉണ്ട്, മുട്ടയും ഒക്കെ ആയിട്ട് ടച്ചിങ്സും ഒക്കെ ഉണ്ട്. ആ, ഞാൻ അവരുടെ ഫോട്ടോ പിടിക്കുവാണോന്നാണ് അവർ ചോദിച്ചത്. ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞപ്പം അവരത് പറഞ്ഞ് പരസ്പരം ചിരിക്കുവാണ്. എന്നേലും കളിയാക്കി പറഞ്ഞാണോന്ന് അറിയാൻ മേല. എന്തായാലും കൊള്ളാം. ഇവിടുത്തെ ലോക്കൽ ചാരായത്തിൻ്റെ പേരാണ് ഈ മുവ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഒരു മരത്തിൻ്റെ പേരാണ് ഈ മുവ എന്ന് പറയുന്നത്. ആ മുവ എന്ന് പറയുന്ന മരത്തിൻ്റെ പൂക്കൾ മാറ്റിയാണ് ഈ മുവ എന്ന് പറയുന്ന ലോക്കൽ ദാരു അഥവാ ചാരായം ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പ്രധാന കുടിൽ വ്യവസായങ്ങളിൽ ഒന്നാണെന്ന് തോന്നുന്നു ഈ ചാരായ വിൽപ്പന. നല്ല ഒന്നാന്തരം പട്ടച്ചാരായാണ് ഇവിടെ വാറ്റി. ഇതേ ഒത്തിരി കൂടുതൽ സ്ത്രീകളാണ്, പ്രായമായ സ്ത്രീകളാണ് ഇവിടെ എല്ലാം ഇരുന്ന് വിൽക്കുന്നുണ്ട്. അതേ ഇവിടെ തയ്യൽ പരിപാടിയുണ്ട് കേട്ടോ. 3-4 പേര് നിരന്നിരുന്ന് തയ്ക്കുവാണ്. ഒത്തിരി പേര് ഇവിടെ വന്ന് തയ്ച്ച് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് തന്നെ തുണി മേടിച്ച് ഇവിടെ തന്നെ തയ്ച്ചുകൊണ്ടും പോവാം. കലമാണ് കലം. ഇത് അടിപൊളി കലമാണ്. ഇത് 20 ശതം പൊട്ടിയതാണ്. നല്ല മിനുസമുണ്ട്. അപ്പുറത്ത് മെയിൻ റോഡാണ് കാണുന്നത്. വണ്ടിയെല്ലാം ഇഷ്ടം പോലെ അതിൽ പോകുന്നുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ആദിവാസി മേഖലയിലെ സാമാന്യം തരക്കേടില്ലാത്ത ഒരു മാർക്കറ്റാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കുറച്ച് പ്രായമായ സ്ത്രീകളിരുന്ന് ചാരായവും കള്ളുമൊക്കെ വിൽക്കുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പഴുത കെട്ടി അതിൻ്റെ ചുവട്ടിലിരുന്ന് ഈ ലൈവായിട്ട് നമ്മുടെ ഇവിടുത്തെ ബജ്ജിക്കടകൾ പോലെ വറുത്ത് കൊടുക്കുന്നുണ്ട് എന്തോ സാധനങ്ങളൊക്കെ, പലഹാരങ്ങൾ. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനും അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം മണി 4 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജഗദൽപൂരി ചെല്ലുമ്പോഴത്തേക്ക് ഒരു 5 മണി കഴിയും. അതുകൊണ്ട് തൽക്കാലം വിശപ്പടക്കാനായിട്ട് അത് വല്ലതും വാങ്ങിച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കള്ളാണ്. കള്ളുമുണ്ട്, ചാരായം വേണ്ടവർക്ക് ചാരായമുണ്ട്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എന്തോ ഒരു മധുരമുള്ള സാധനമാണ്. കണ്ടു കഴിഞ്ഞാൽ അലുവ പോലെയൊക്കെ ഇരിക്കുന്നത്, പക്ഷെ ചെറിയ മധുരമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കങ്കേർ ഘാട്ടിയിലെ ഈ ആഴ്ച ചന്തയിലെ കാഴ്ചകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി. ജഗദൽപൂരിലെ പുതിയ കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.